ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടി CPM ആണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭരണമുന്നണിയുടെ സംസ്ഥാന കൺവീനർ കൊല്ലപ്പെട്ടത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. വഴീക്കോടൻ രാഘവനെ തൃശ്ശൂരിൽ വെച്ച് അർദ്ധരാത്രി വെട്ടിക്കൊന്നതാണ്. ഒരു MLA കൊല്ലപ്പെട്ടൊരു ചരിത്രം ഈ കേരളത്തിൽ വേറെയില്ല. ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള MLA കൊല്ലപ്പെട്ടത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഗുണ്ടകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കുഞ്ഞാലി. അത്തരമൊരു അനുഭവം ഈ കേരളത്തിൽ വേറെ ഒരു പാർട്ടിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ 56 വെട്ട് 52 വെട്ട് എന്നെല്ലാം പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, സുധീഷ് എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ കൊല്ലപ്പെട്ട സമയത്ത് ആശുപത്രിയിൽ പോയതാണ്. അദ്ദേഹത്തിൻ്റെ ശവശരീരം 62 കഷ്ണങ്ങളായിരുന്നു. അതിങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു സുധീഷിനെ ഞങ്ങൾ ആ മോർച്ചറിക്കകത്ത് ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം അനുഭവിച്ച പാർട്ടിയാണ് CPM. ഞങ്ങളുടെ ഒരു 10-1 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ ഒരു പാർട്ടിക്കുമില്ല. RMPക്കില്ല, കോൺഗ്രസിനില്ല, BJPക്കില്ല, ഒരു പാർട്ടിക്കുമില്ല. ചന്ദ്രശേഖരൻ കൊലപാതകത്തോട് ഞങ്ങൾ എടുത്ത നിലപാടെന്താ? ഞങ്ങൾ ആ കൊലപാതകത്തെ ന്യായീകരിച്ചിട്ടില്ല, അതിനെ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ആ കൊലപാതകത്തെ വെച്ചുകൊണ്ട് ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. എന്താ ഞങ്ങൾക്ക് നടന്ന 2 വേട്ടയാടൽ? ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാന നേതാവായിട്ടുള്ള മോഹനൻ മാഷ് ഈ കേസിനകത്ത് പ്രതിയാക്കി. ഈ കേസിനകത്ത് CPM ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കിയത് എന്ന് ആക്ഷേപിച്ചു. അത് പക്ഷേ വിചാരണ കോടതി അതിലേക്ക് കണ്ടില്ല. അതിൻ്റെ മേലെയാണല്ലോ ഈ പറയുന്ന രമയുടെ അപ്പീല്. രമയുടെ അപ്പീല് മറ്റൊന്നുമല്ല, മോഹനൻ മാഷെ പ്രതിയാക്കണം, ഗൂഢാലോചന ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഈ കോടതി എടുത്തിരിക്കുന്ന വിധി എന്താ? ഗൂഢാലോചന കേസ് തെളിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളരേഖ, വ്യാജരേഖ ഉണ്ടാക്കിയതിന് DYSP ജോസി ചെറിയാനെതിരായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ അങ്ങനെ ഒരു വിധിയില്ല, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ട് വ്യാജരേഖ, വ്യാജ തെളിവുണ്ടാക്കിയതിൻ്റെ പേരിൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഈ കോടതി. അദ്ദേഹത്തെ മാത്രമല്ല, ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന RMP നേതാവ്, അദ്ദേഹത്തിനെതിരെയും വിചാരണ വേണം. ഇതിന് മഹത്തർ തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വിചാരണ കോടതി വിചാരണ ആരംഭിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം വേറെയില്ല. ഇപ്പോൾ ഒരു പൂക്കടയിൽ വെച്ചിട്ട് ഞങ്ങൾ ഗൂഢാലോചനക്കാരെ കണ്ടു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം രമ പറയുന്നു ആ പറയുന്ന ഗൂഢാലോചനയുടെ ഭരിച്ചിട്ട് എന്താ പിന്നെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം? കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗൂഢാലോചന നടക്കാൻ ഇടയേയില്ല. എന്തുകൊണ്ട്? ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ആളുകൾ വടകരയിലാണല്ലോ. അവർ ആ സമയത്ത് നിൽക്കുന്നത് ഓർക്കാട്ടേരിയാണ്. കുന്നമംഗലത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. 60 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ഒരാൾ ഇവിടെ ഇപ്പുറം ഈ പറയുന്ന സംഭവം ഒരേ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അത് പറഞ്ഞിട്ടാണ് ഇത് വ്യാജമായ കാര്യമാണ് ഇതെന്ന് കോടതി കണ്ടെത്തിയത്. എന്ന് മാത്രമല്ല, മോഹനൻ മാഷ് ശിക്ഷിച്ചില്ലാന്ന് രമ പറഞ്ഞല്ലോ. മോഹനൻ മാഷ് അപ്പോൾ എവിടെയാ? എന്തുകൊണ്ടാണ് കോടതി മോഹനൻ മാഷ് ഒഴിവാക്കിയത്? മോഹനൻ മാഷ് ഒഴിവാക്കിയത് ഈ സംഭവം നടക്കുന്ന അതേ സമയം CPMൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കകത്ത് അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഒരു പതാക ജാഥയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഫോട്ടോ കോടതിയിൽ കൊടുത്തല്ലോ. അതിൻ്റെ മേലെയല്ലേ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത്? പിന്നെ മോഹനൻ മാഷാണ് കൂടുതൽ നടത്തിയതെന്ന് പറയുന്നതിന് ന്യായം എന്താ? CPMലെ 15 പേരെ നിങ്ങൾ ഈ കേസിനകത്ത് ആദ്യമായിട്ട് പ്രതി ചേർത്തു. പക്ഷേ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി അവർ പ്രതികളല്ല, വിചാരണ ആരംഭിക്കണമെന്നില്ല എന്ന് പറഞ്ഞല്ലോ. അവരെ ആരും ഇപ്പോഴും കൂടെ ശിക്ഷിച്ചിട്ടില്ല. എന്നുള്ള മട്ടിൽ പറയരുത്. PK കുഞ്ഞനന്ദൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ശിക്ഷിക്കപ്പെട്ട ആളാണ്. KK കൃഷ്ണനും ജ്യോതി ബാബുവും താങ്കൾ ഇപ്പൊ ഉദ്ധരിക്കുന്ന ഈ ഹൈക്കോടതി എന്ന് കണ്ടെത്തിയതാണ്. KC രാമചന്ദ്രൻ CPMന്റെ നേതാവാണ്. എണ്ണിപ്പറയാവുന്ന 4 പ്രധാനപ്പെട്ട CPM നേതാക്കൾ പ്രതികളായ കേസാണിത്. ഈ നാട്ടുമ്പുറത്തൊരു വർത്താനുണ്ട്, കണ്ട നിങ്ങളാണ് നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. കുഞ്ഞനന്ദൻ നിങ്ങൾക്കറിയില്ലല്ലോ. കുഞ്ഞനന്ദനെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അയാൾ ഏരിയ സെക്രട്ടറി ഒന്നുമല്ല. പിന്നെ ഈ സംഭവത്തിനകത്ത് CPMന് പങ്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അഭിലാഷ് ഒരു പാർട്ടിയായിരിക്കും, അഭിലാഷ് ഒരാളെ പിന്നെ വെട്ടിക്കൊല്ലുന്നു, അതിന് ആ പാർട്ടിക്ക് എന്താ കുറ്റം? ഞങ്ങൾ ഈ കേസിനകത്ത് ആദ്യം കക്ഷി ചേർന്നതല്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ ബോധപൂർവം കള്ളക്കേസിൽപ്പെടുത്താൻ ഗവൺമെന്റും പ്രോസിക്യൂട്ടും ശ്രമിച്ചപ്പോഴാണല്ലോ ഞങ്ങൾ കേസ് ഏറ്റെടുക്കുന്നത്. രണ്ട് ജില്ലകളിലുള്ള വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായിട്ടുള്ള നേതാക്കൾക്ക് എന്താണ് ചന്ദ്രശേഖരനോടുള്ള വിരോധം? എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമാണോ? കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം രാഷ്ട്രീയമായ വിരോധം. CPM എന്ന പാർട്ടിയുടെ വിശ്വാസിയായിരുന്ന, CPM എന്ന പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന അദ്ദേഹം CPMൽ നിന്ന് പോയി വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു എന്ന വൈരാഗ്യത്തിൽ നടത്തിയ കൊലയാണ്. അതല്ലാതെ ഈ കൊന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയില്ല, അവർക്ക് വ്യക്തിപരമായി പരിചയമില്ല, വ്യക്തിപരമായി വിരോധവുമില്ല. അവർ കൊലയാളി സംഘങ്ങളാണ്, അവരെ ഏൽപ്പിച്ചതാണ്.
ആ ഏൽപ്പിക്കുന്നതിന് പിന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന രാഷ്ട്രീയമായിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ CPM-കാരായ ആരോ ഒരാൾ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് CPM ഏറ്റെടുക്കണമെന്ന് ചോദിക്കുന്നതിൽ എന്ത് യുക്തിയുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഗൂഢാലോചന കുറ്റം സംബന്ധിച്ചാണല്ലോ ഞങ്ങൾ കൊടുത്ത അപ്പീല്. ഗൂഢാലോചന സംബന്ധിച്ചിടത്തോളമുള്ള കാര്യത്തിലാണ് CPM അപ്പീൽ കൊടുത്തത്. ആ അപ്പീൽ വന്നിരിക്കുന്ന വിധി എന്താ? DYSP ജോസി ചെറിയാന്റെ നേതൃത്വത്തിൽ വ്യാജ തെളിവുണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ അങ്ങനെ വേറെ ഒരു വിധിയുണ്ടോ? പൂക്കടയിൽ നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണല്ലോ. പൂക്കടയിലാണല്ലോ മോഹനം മാഷും അതുപോലെ രാമേന്ദ്രനും ആളൊക്കെ ഈ പറഞ്ഞ പൂക്കടയിലാണല്ലോ ഗൂഢാലോചന. പറയുന്ന ഗൂഢാലോചന ഈ കേസിനകത്തിൽ ഒരേ ഒരു ഗൂഢാലോചന, അതാണ് പൂക്കടയിൽ നടന്ന ഗൂഢാലോചന. ആ ഗൂഢാലോചന ഇല്ലായിരുന്നുവെന്നും ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വ്യാജമായിട്ടുള്ള തെളിവുണ്ടാക്കിയിട്ടുള്ള DYSPക്കെതിരെ കേസെടുക്കണം എന്നല്ലേ കോടതി വിധി? അങ്ങനല്ലേ കോടതി വിധി? നിങ്ങളിപ്പോ അഭിലാഷ് ഒരു കുറ്റം ചെയ്താൽ അതിങ്ങനെ പാർട്ടി കുറ്റം ചെയ്താവുന്നത്? പാർട്ടി ആലോചിച്ചാകുന്നത് ഇങ്ങനെയാ? ഞങ്ങൾ ആ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല. എന്നാൽ ഇവിടെ ശ്രമിച്ചത് RMPക്കാരും ഗവൺമെന്റും ചേർന്ന് ശ്രമിച്ചത് ഞങ്ങൾ പാർട്ടി എന്തോ തീരുമാനിച്ച് ഇദ്ദേഹത്തെ കൊന്നതാണ് എന്നാണ്. അതിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് നിങ്ങൾ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. നിങ്ങൾക്ക് ആളുകളോട് വിരോധം ഉണ്ടാവും. ഈ പറയുന്ന അദ്ദേഹം ഒരുപാട് പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള ജ്യോതി ബാബുവിനും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കേസുണ്ടല്ലോ. വടകരയിലുള്ള ചന്ദ്രശേഖരനോട് എന്ത് വിരോധമാണ്? എന്ത് വിരോധമാണ് അവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അതിർത്തി തർക്കമുണ്ടോ? വഴി തർക്കമുണ്ടോ? ചന്ദ്രശേഖരൻ പ്രതിയായ കേസുകളെ പറ്റി നിങ്ങൾക്കറിയോ? ചന്ദ്രശേഖരൻ പ്രതിയായിട്ടുള്ള അക്രമ കേസുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയോ? അതിലൊന്നും വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിഷ്കാമകൻ എന്താ സംശയം? രവിയോട് ചോദിച്ചു നോക്കിയാൽ മതിയല്ലോ. ശരി, അപ്പോ ഞങ്ങൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ആ കൊലപാതകത്തിൽ CPM-ന് ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് ഒരു പങ്കുമില്ല. ഞങ്ങൾ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. അതാണല്ലോ ഞങ്ങൾക്ക് പങ്കുണ്ടെന്ന് വരുത്താൻ നിങ്ങൾ ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കുന്നു. ശരി, ഓക്കെ.